ഒരു വാക്ക് പറയാറുന്നല്ലോ ഡാനി ചായ പോകണ്ടാന്ന്. അവൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യം കാണുകയില്ല. നേഴ്സ് വന്നില്ലായിരുന്നേൽ എന്നെ അവൾക്ക് പേടിയാണ്. പേടി. ഉപദ്രവിച്ച ആൾക്കാർ ഇത്രയും പേടിയില്ല. സ്നേഹിച്ചവനെ പേടി. കൂടെ ജീവിച്ചവർ കൊടുക്കാത്ത കാര്യത്തിലുള്ള സ്നേഹവും നമ്മൾ കൊടുത്തപ്പോൾ പേടി. എന്തെങ്കിലും കാണിക്കട്ടെ. ഇതെന്നാ കരയുമായിരുന്നു കൊച്ച്? ഇല്ല, അത് പിന്നെ കൈക്കൊക്കെ വേദനയുണ്ടതാ. ഓ, അതൊക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാം. ബാ വന്നേ, എന്നതേലുമൊക്കെ മിണ്ടി പറഞ്ഞു ഇരിക്കാം. ഇങ്ങനെ മുറി തന്നെ ഇറച്ചിരുന്ന ക്ഷീണം കൂടും. ഒരു തലവേദനയുണ്ട്. ഓ, ആഹാരം കഴിച്ച് മരുന്ന് കഴിക്കുമ്പോഴേക്കും അതൊക്കെ അങ്ങ് മാറുന്നേ. ചൈത്ര എന്നല്ലേ പേര്? അതെ. എങ്കിൽ ചൈത്രവാ, ആദ്യം തന്നെ മുറിവെല്ലാം ഡ്രസ്സ് ചെയ്തേക്കാം, എന്നിട്ട് ആഹാരം കഴിക്കാം. കുറച്ച് ദിവസമായോ ഇവിടെ? 2-3 ദിവസമായി. പാലമറ്റത്തെ സാർ എങ്ങനാ? ആരാ? ഡാനി സാറ്. ഡാനിച്ചായ പരിചയമുണ്ടോ നേരത്തെ? ഇല്ല. എന്തേ? ഒന്നുമില്ല. ട്രീസ ഡോക്ടറിനെ പരിചയം ഉണ്ടായിരിക്കും അല്ലേ? ഇല്ല കേട്ടോ, എനിക്ക് 2 ആളെ മുൻപരിചയമില്ല, കണ്ടിട്ടേ ഇല്ല. അല്ല, പരിചയമൊന്നുമില്ലാതെ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. എനിക്കും പുള്ളിക്കാരിയെ നേരിട്ട് പരിചയമൊന്നുമില്ല. പുള്ളിക്കാരിയുടെ ഒരു ഫ്രണ്ട് ഡോക്ടറുണ്ടേ, ജിയ ഡോക്ടറിൻ്റെ കൂടെ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ് എനിക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. പിന്നെ ട്രീസ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കും താല്പര്യം തോന്നി. അതാ നേരെ ഇങ്ങ് പോകുന്നത്. സത്യം പറഞ്ഞാൽ സാറിനോട് പോകാൻ പറഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ടൊരു ഗുണമുണ്ടായി കേട്ടോ. സാറ് പറഞ്ഞ ശമ്പളം ഡോക്ടർ പറഞ്ഞതിൻ്റെ ഇരട്ടിയാ. ആക്സിഡൻ്റ് ആയിരുന്നല്ലേ? അല്ല, വീട് എവിടെയായിട്ട് വരും? അതിര് സൈഡ് വല്ലതും ആണോ? എറണാകുളം അടുത്ത. എനിക്ക് തോന്നി. ഒരു മിനിറ്റ്. ട്രീസ ഡോക്ടറാ? ഹലോ, ട്രീസയാ? മനസ്സിലായി ഡോക്ടറെ. ഡാനി പോയോ? ഒരു 1/4 മണിക്കൂറായി. എന്നതിലും ആവശ്യമുണ്ടേ പറയണം. ആ കൊച്ചിനോട് സംസാരിച്ചോ? ഞാൻ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. എങ്ങനെയുണ്ട് ആള്? ഒരു സാധു ചെറിയ കുട്ടിയാ. ഞാൻ കൊടുക്കാം. ഡോക്ടറിന് സംസാരിക്കണമെന്ന്. എന്നാ വാങ്ങിക്ക്. ഹലോ, ഞാൻ ട്രീസ. മനസ്സിലായി. ഐ എം റിയലി സോറി. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ കാരണമാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. പറ്റാത്തതുകൊണ്ട് ഡാനിക്കത് കൈകാര്യം ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ എനി ടൈം. മെഡിസിനൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് നന്നായി റെസ്റ്റ് എടുക്കുക. എന്നോട് വേറൊന്നും ചോദിക്കാനില്ലേ? ദേഷ്യമുണ്ടോ എന്നോട്? ഇല്ല. താങ്ക് യു. പറയൂ, എന്നോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. നന്നായി നോക്കി. ഐ നോ. ഡു യു മിസ് ഹിം? വിഷമം കാണാതിരിക്കുകയല്ല. അവനെങ്ങനെ എല്ലാവരോടും കയറി കമ്പനിയാവുന്ന ടൈപ്പാ. സംസാരിച്ചാൽ മതി, നന്നായി മിസ് ചെയ്യും. അപ്പോൾ സംസാരിക്കാം. ഓക്കെ? ഓക്കെ. ആ നഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്ക്. ശരി. ഹലോ, ഏകദേശ കണ്ടീഷൻ എന്നതാ? കക്ഷിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇടയ്ക്ക് നല്ല തലവേദന വരുന്നുണ്ടല്ലേ? ചെറിയൊരു ഓറിയന്റേഷൻ പ്രോബ്ലം കാണുന്നുണ്ട് ഡോക്ടർ. ഒരു ഇമേജിങ്ങിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. CT എടുക്കേണ്ടി വരും. ചേഞ്ചസ് ഉണ്ടെന്ന് റൂൾ ഔട്ട് ചെയ്യണം. യെസ് ഡോക്ടർ. മാം, സിഗ്നൽ. എന്താ ടിങ്കി ഫോണില്? കുറെ നേരമായല്ലോ. group chat made. Everyone's having a blow about and coming in worry. ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു.
അവർക്ക് നന്നായി മിസ് ചെയ്യും. ബൈ അപ്പ. ബൈ. ടേക്ക് കെയർ. ടേക്ക് കെയർ. ട്വിങ്കി, അപ്പയോട് ഇപ്പോഴും പരിഭവമുണ്ടോ? Appa, why are you kicking yourself? I'm sorry about what I did, and it's done anyways. So why all the grief now? ഐ അപ്രീഷിയേറ്റ്. എനിക്ക് മനസ്സിലായി. അപ്പയുടെ ഒരു സമാധാനത്തിന് ചോദിച്ചതാ. പക്ഷെ ഞാൻ അവനെ വിളിച്ചിട്ട് അവനോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. Actually, Appa, ഈ പോകുന്ന ടൈമിൽ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ്റെ ആവശ്യം തന്നെയില്ല. Because yeah, you know what happened after it was done. എനിക്ക് അവനെ വേദനിപ്പിക്കാൻ ഒരു ഇന്റൻഷൻ ഇല്ലായിരുന്നു ട്വിങ്കി. Maybe ഇച്ചായൻ അങ്ങനെ തോന്നിയെങ്കിൽ പക്ഷെ സാധ്യത പോസിബിലിറ്റി, റൈറ്റ്? ടേക്ക് കെയർ സോണി മോളെ. ഇന്നാ വച്ചോ കുടിക്ക്. അവിടെ വെച്ചോ. തീറ്റുമ്മച്ചി, ഗേറ്റിന്റെ അവിടെ നിന്ന് കാറും എല്ലാം വരുന്നുണ്ടോ? എങ്ങനെ അറിയാനാ? ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ? ഓ എന്റെ കർത്താവ്, ഇതാരാ? കുഞ്ഞോളെ. എന്നതാടി? എന്നതാ? അഞ്ഞോ പഞ്ഞ ജാനി അഞ്ഞോ. എന്റെ കൊച്ചി, അത് വന്ന് കേറിയേ ഉള്ളു. അതിനൊന്ന് വെറുതെ വിട്. എന്നതാ എന്റെ തീത്തോമ്മച്ചിയെ? എന്റെ കുഞ്ഞുവിന് അപ്പനെ സ്നേഹിക്കണ്ടായി. ഇതെന്നാ കോലവാ കുഞ്ഞെ, നനഞ്ഞു കുളിച്ച്. നീ എന്നെ നടന്നാന്നോ വന്നേ? ഓ, ഒന്നും പറയണ്ട തീത്തോമ്മച്ചി. എന്റെ തീത്തു കൊച്ചിന്റെ സുഖമല്ലയോ? ഓ, ആന്ന്. എടി, ഒരു തോത്തിങ്ങെടുത്തോളേ. നീ അതിനെ ആദ്യം ഒന്ന് താഴെ നിർത്ത്. എന്റെ ഡാനിച്ചൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം വരുക. എന്റെ കുഞ്ഞ് ഒത്തിരി ക്ഷീണിച്ച്. ഇപ്പൊ തോർത്തെടുത്തോണ്ട് വരാവേ. ചെന്നാ ഡ്രസ്സൊക്കെ മാറിക്കേ കുഞ്ഞെ, എന്നിട്ടാവാം വിശേഷം പറിച്ചിലൊക്കെ. റൂം ക്ലീൻ ആണോ തീത്തോമ്മച്ചി? കുഞ്ഞിപ്പ വരുമെന്ന് അറിഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ സിസിലി വന്നേച്ച് അടിച്ചു തുടച്ചിട്ട് പോയതാ. ആ, വിളിച്ചേച്ച് വരാൻ പറ. ഞാനേ ഈ വീട് റൂമിൽ പോയി ചേഞ്ച് ചെയ്ത് വെച്ചു. ഇന്നെ ഡാനിച്ച തോർത്ത്. ആ തീത്തോമ്മച്ചി, ഓഫീസിൽ നിന്ന് സ്റ്റാഫ് വരും. ഷായച്ചേട്ടനോട് ഗേറ്റും തുറന്നിട്ടൊക്കെ പറ. ഞാൻ മോളിൽ കാണാൻ വിളിച്ചാൽ മതിയേ. ആ ചെല്ല്, ഞാൻ പറഞ്ഞോളാം. പാടി. തീറ്റുമ്മച്ചി ടി വി നിർത്തിയേക്കണേ. ആ തീത്തോമ്മച്ചി, ഓ, പോത്തോ ചിക്കനെ വല്ലാണ്ടെന്ന് പരട്ടി കിടത്ത് ഒരു പിടി പിടിക്കണം. 2-3 ദിവസമായി കാഞ്ഞു കിടക്കുന്നു. മധുവയും മനസ്സിൽ സൂക്ഷിച്ചാൽ അങ്ങനെ ആ കാട്ടിൽ കിടന്ന് മരിച്ചു. മനസ്സിലായില്ലേ? ആദ്യം മധുവയും ഒന്നും നല്ലതിനല്ല, നല്ല ബുദ്ധികളെ. കുഞ്ഞോളെ, ഒരു ടീഷർട്ട് ഇങ്ങനത്തെ. ആ, ഏതാ വേണ്ടേ? ഏതായാലും ഇങ്ങോട്ട് എടുക്ക്. ഈ പന്നിയുടെ എല്ലാം നരച്ചതാ. ഓ, ആ മണ്ടിയിട്ട് ഒന്നും കാണുകയില്ല. നീ മറ്റേ ആ ഷെൽഫിൽ നോക്കി. എടുക്കാതെ ഏതെങ്കിലും കാണും. പൂർത്തി വെച്ചേക്കുമല്ലോ. ഇതെടുത്ത് ചാച്ചൻ്റെ വായിന്ന് ഉറപ്പായിട്ടും കിട്ടും. ഓ പിന്നെ ഉപ്പ്. എന്നാ ഇതിട്ടോ. വീട്ടിൽ പോവാം. നീ എന്നാടി കോളേജിൽ നിന്ന് നേരത്തെ വന്നേ? കോളേജ് പറഞ്ഞു പൊക്കോളാൻ. നീ എന്നാടാ ചിരിക്കാത്തതിന്റെ തമാശ ഒന്നും കേട്ടിട്ട് നീ ചിരിച്ചില്ലല്ലോ. തമാശയാണെന്ന് തോന്നുന്നുണ്ടേ. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ആണോ? ആഹാ. എന്റെ പൊന്നടി, അപ്പന്റെ കാർ കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അപ്പനുണ്ടെന്ന്. നിന്നെ കൊണ്ടുവിട്ടാച്ച അങ്ങനെ പോയതാണോ? പപ്പ എന്നെ കൊണ്ടുവിട്ടിട്ട് പോയി. കമ്പനിക്കാരല്ലേ പോയത്. ആ,
അതെനിക്ക് തോന്നി. നീ എവിടെയായിരുന്നു ഡാനിച്ച? എന്നോട് എല്ലാം പറ. എന്നോട് മിണ്ടാൻ ആരും ഇല്ലായിരുന്നടാ. മിസ് ചെയ്ത് നിന്നെ. എൻ്റെ കുഞ്ഞിനെ ഞാൻ മിസ് ചെയ്തേ. നീ ഇവിടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മമ്മിമാരെന്തെങ്കിലും പറഞ്ഞോടി. ആദ്യം നീ എവിടെ ആയിരുന്നെന്ന് പറ, എന്നിട്ട് ഞാൻ പറയാം. ഫാം ഹൗസിലായിരുന്നോ? എനിക്ക് ഒന്നും കൊണ്ടുവന്നില്ല നീ. കാറിലുണ്ടടി. എന്നെ എടുത്തിട്ട് വരാം. ഇവിടെ കിടക്കടി, പിന്നങ്ങനെ എടുക്ക. അത് എങ്ങോട്ടും പോത്തില്ല. ശരി, ഞാൻ പോത്തില്ല. എന്നാ നീ പറ എവിടെ ആയിരുന്നെന്ന്. ഞാൻ ഫാം ഹൗസിലുണ്ടായിരുന്നടി. ആണോട്? നീ ശരിക്കും ഫാം ഹൗസിലായിരുന്നു? എന്നോട് ലെക്സി ചാച്ചൻ ചോദിച്ചായിരുന്നു. ഞാൻ ലെക്സി ചാച്ചനെ കണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു എവിടെ വെച്ചോണ്ടേ? ഡാൻസിനെ വിളിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കോളേജിന്റെ അടുത്താ വന്നേ. ലെക്സി ചാച്ചൻ വായി നോക്കാൻ വന്നേ. അവിടെ തേടിയല്ലേ പഠിക്കുന്ന ചേച്ചി. മനസ്സിലായി. ഒരു ഹണിന്ന് പറയുന്ന കൊച്ചിനെ കണ്ടല്ലയോ? എനിക്കറിയാം. ആ ചേച്ചി വരുമ്പോ വരും. അതൊക്കെ ചുമ്മാ ടൈം പാസ് അല്ലയോ? അവനോടൊക്കെ എത്ര പറഞ്ഞാലും കേൾക്കുകയല്ല. ഞാനിത് ഡാൻസിനോട് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കോൺ ഐസ്ക്രീം മേടിച്ചു തന്നു. അവന്മാര് വല്ലതും ഉണ്ടായിരുന്നോടി കൂടെ? വേറെ എനിക്ക് അറിയാത്ത ചേട്ടനായിരുന്നു. ഇവൻ ഇത് എന്നാത്തിന്റെ കേടാന്നു പറയുന്ന ആള് മാഞ്ഞ്. പിന്നെ ഞാൻ വായി നോക്കി നടക്കുവാന്നോ? നോക്കത്തേ ഇല്ല. പള്ളിയിരിക്കുന്ന ചേച്ചിമാരുടെ ഭാഗത്തോട്ട് ഒട്ടും നോക്കത്തില്ല. നോക്കും. നിന്റെ ചേച്ചിമാരെയല്ല, ട്രീസയെ. മനസ്സ് എന്റെ പുറകിലാ മോനെ ഇരിക്കുന്നേ. നിന്നെ ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. എടി കുഞ്ഞോളാ, നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞേക്കട്ടെ. എടി അവളമാരൊക്കെ എന്നെ ഗ്ലാമർ കണ്ട് നോക്കുന്നില്ലയോ? ചാച്ചന് നിന്നെക്കാട്ടിലും ഗ്ലാമർ ഉണ്ട്, എന്നിട്ട് ചാച്ചനെ ആരും നോക്കുന്നില്ലല്ലോ. എന്നോട് പറഞ്ഞ ഗ്ലാമറാണ്. പൊന്നു കോപ്പ്. മറ്റവിടത്തെ തൊഴിയായി പോയി കോപ്പ്. ഒത്തിരി വേദനിച്ചോടെ ഡാനിച്ച. ഞാൻ സത്യവാ പറഞ്ഞ, ചാച്ചന് നിന്നെ കാട്ടിലും ഗ്ലാമർ ഉണ്ട്. അടുത്തേക്ക് എഴുന്നേറ്റ് പോകോപ്പേ. നിനക്ക് ഒത്തിരി ഒന്നും വേദനിച്ചിട്ടില്ല, എനിക്ക് അറിയാടെ കുഞ്ഞാത്തി. കൂടുതൽ അങ്ങോട്ട് അഭിനയിക്കല്ലേ. എന്റെ യേശുപ്പച്ച. ബായോടിരി. ഇപ്പൊ നിനക്ക് വേദന ഒന്നും ഇല്ലേടാ? നല്ലതല്ല കേട്ടോടാ ഡാനി, നല്ലതല്ല. എന്തു? പള്ളിയിൽ പോയിരുന്ന അവളമാരെ നോക്കുന്നേ. നീ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാനാണ് പോകുന്നത്, അത് അവളമാരെ വായി നോക്കാനാണ്? യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാനാ പോകുന്നത് കേട്ടോ. പഞ്ഞ എന്നെ കള്ളവാ പറയുന്നേ. എന്റെ കർത്താവാണേ സത്യം കുഞ്ഞോളെ. കർത്താവിനെ പിടിച്ച് സത്യം ഇടല്ലേ, നിനക്ക് നല്ല ശിക്ഷ കിട്ടുവേ. എടി ഉള്ളതാടി കുഞ്ഞോളെ, ഞാൻ നോക്കത്തില്ല. ആ ലെക്സിയോടെ എന്നെ കൊണ്ട് കുത്തി നോക്കിക്കുന്നേ. ശരി, ലെക്സി ചാച്ചനെ നിന്നെ കൊണ്ട് നോക്കിപ്പിക്കുന്നേ, എന്നിട്ട് നീളത്തിന് നോക്കാൻ നിൽക്കുന്നേ. നീ ആസ്വദിക്കുന്നില്ലേ? കീറി വെച്ചിരും കോട്ടെ. അവളുടെ വായി നിറക്കുന്ന വർത്താനം കേട്ടില്ല, ആസ്വദിക്കുന്നില്ലേ എന്ന്. ആരുടെ നിന്ന് ഇതൊക്കെ പഠിപ്പിക്കുന്നേ? കലിച്ച് കീറുന്നുണ്ട് എനിക്ക്. ഞാനൊന്നും പറയുന്നില്ല കേട്ടെ. ദേഷ്യം കൂടെ എന്നാ വീട് കുഞ്ഞോളെ ഇട്ടെ വീട്. ഇതെന്നാ കുഞ്ഞോളെ അതിന്റെ മുഖത്തൊരു പാട്? അവിടെ വലിയൊരു കുരു വന്നത്. ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ എന്റെ മുഖത്ത് കുരു വന്നത്. ആ ക്രീം തേച്ചിട്ട് ഒന്നും പോകുന്നില്ലടാ. എന്നാ നമുക്ക് വേറെ വാങ്ങാം. നോക്ക്, ഓയിലി സ്കിൻ ആയതുകൊണ്ടാടാ. കഴിഞ്ഞ ഡ്രൈ സ്കിൻ അല്ലായിരുന്നോടി? കാലാവസ്ഥക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഞാൻ ഓട്ടോക്കൊക്കെ പോയതല്ലേടാ, വെയിലൊക്കെ കൊണ്ടല്ലേ. ഓട്ടോയ്ക്ക്? ഓട്ടോയുടെ കേസ് തന്നെ. ഓട്ടോയോ? ഞാൻ അങ്ങനെ പറഞ്ഞു ചാച്ചാ? അയ്യോ അഭിനയിക്കല്ലേ, പറയടി. അതാ ചാച്ചാ, ഞാൻ ഫെബാച്ചി സംസാരിച്ചിരുന്ന പശുവിന്റെ കാലിൽ നിന്ന് ചോര വന്ന് പശുവിനെ ഞാൻ ഫെബാച്ചിയും കൊണ്ട് ഓടി ഓട്ടോക്കാരൻ ചേട്ടൻ്റെ കടയിൽ. അല്ലല്ല മായച്ചേളാ, തടിക്കാരൻ ചേട്ടൻ്റെ ഓട്ടോയിൽ കയറി. അങ്ങനെ ഞങ്ങൾ ആശുപത്രി എത്തിയപ്പോൾ തടിക്കാരൻ ചേട്ടൻ 40 രൂപ ചോദിച്ചു. എൻ്റെ ഫെബാച്ചിയുടെ കയ്യിൽ 10 രൂപയേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴാണ് നിന്നെ വിളിച്ച് 100 അയച്ചപ്പോൾ നീ 200 രൂപ അയച്ചു തന്നു. കോടീശ്വരിയായി ഇബാമറിയ മാത്യു എല്ലാവരുടെയും മുന്നിൽ കൈ നീട്ടണം. കോടീശ്വരി ഇബാമറിയ മാത്യു അന്നേരം എന്നോട് എന്നാ പറഞ്ഞേ? അത് അപ്പം നിന്നോടൊന്നും വിശദീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. നീ ഇപ്പൊ പറയുന്നതും ടൈപ്പല്ലടി, കൊള്ളത്തരവല്ലടി. അയ്യോ, ഇവനോട് ഞാൻ എന്നാ പറഞ്ഞാ വിശ്വസിപ്പിക്കണ്ടേ? നീ വിശ്വസിക്കണ്ടടാ. നിന്നോട് വിശദീകരിച്ചോണ്ടിരുന്ന എന്റെ കൂട്ടുകാരൻ എന്തെങ്കിലും പറ്റിയ നീ സമാധാനം പറയുമായിരുന്നോ? എന്നിട്ട് 20 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തോ?
ചാടിക്കാരൻ ചേട്ടന് ഞങ്ങൾ വൈകിട്ട് തന്നെ ഇട്ട് കൊടുത്തായിരുന്നു. താടിക്കാരൻ ചേട്ടനോ? ചാടിക്കാരൻ ചേട്ടൻ എടാ ഡാനി നീ ആരോടും പറയില്ലേടാ ഞാൻ അശ്വിനെ കൊണ്ട് ആശുപത്രി പോയ കാര്യം ചേട്ടനോട് പറയല്ലേ? അത് ഞാൻ ആലോചിക്കട്ടെ കേട്ടോ. കേട്ടോ കുഞ്ഞോളെ ട്ടോ. കേട്ടില്ല. നീ പറഞ്ഞു ഞാൻ വേണ്ടതല്ലടാ. ഓഹോ മിണ്ടണ്ട ട്ടോ. ശരി ട്ടോ കുഞ്ഞോളെ. ശരി ട്ടോ കുഞ്ഞോളെ. ഡാൻസ് നീ എന്നതടി കുഞ്ഞോളെ? ഡാൻസ് എടി കുഞ്ഞോളെ ഡാൻസ്. എന്നൊക്കെ പറയുന്നു. ശരി ശരി ശരി. ബ്രിഡ്ജിൽ ഐസിൽ പെട്ടെന്നേക്ക് വിട്ടെ. നിനക്ക് എന്നാ പറ്റിയ കുഞ്ഞായി? എനിക്കൊരു മുണ്ട് വേണം കുളിക്കാൻ. മുണ്ടുണ്ടോ? കുഞ്ഞാപ്പി ഞാൻ പ്രാർത്ഥിച്ചിട്ടിരിക്കുക. എന്റെ വായന നീ കേക്കല്ലേ, ദൈവദോഷം വരുത്തി വെക്കല്ലേ. താങ്ങാൻ വയ്യ കുഞ്ഞോളെ, ഇനി എനിക്ക് താങ്ങാൻ വയ്യ. സമാധാനം. എനിക്ക് കടിക്കാൻ അറിയാത്തോണ്ടല്ലോ നിനക്കറിയാലോ. അന്ന് ചോര വന്നത് ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ ഉണ്ട് എവിടെ? മാറിക്കേ മാറിക്കേ മാറിക്കേ. ഫോൺ അടിക്കുന്നു. മാറ് മാറ് മാറ്. പോന്റെ ഒരു ഫോണ് എന്നാ കാറിന്റെ കീതാ, ഞാൻ പോയി അപ്പാപ്പ എടുക്കട്ടെ. ദേ എന്റെ പൊന്നെ ടേബിളായിരിക്കുന്നു, എടുത്തോണ്ട് പോ. എന്നാ നീ ഫോണിൽ സംസാരിക്കും, ഞാൻ പോയി അപ്പാപ്പ എടുക്കട്ടെ. ആരാ ഫോണില്? നോക്കട്ടെ. ട്രീസയാന്ന് തോന്നുന്നു. ആ ട്രീസയാ. ശരി. ഹലോ. ഹലോ, ആ വീട്ടിലെത്തിയോ? ആ കുറച്ചു നേരമായി. എന്നെടുക്കുമായിരുന്നു. വീട്ടിലിപ്പോൾ ആരൊക്കെയുണ്ട്? കുഞ്ഞോളും തീത്തമ്മച്ചി. ഇവയുണ്ടല്ലേ? കോളേജിൽ പോയില്ലേ? ആ കോളേജിലൊക്കെ പോയി. എന്നിട്ട് എന്തേ? ഇവിടെ ഉണ്ട്. നല്ല മഴയായിരുന്നല്ലേ? ഡാനി നിന്റെ ദേഷ്യം മാറിയിട്ടില്ലല്ലേ? കാര്യം എന്നാന്ന് വെച്ചാൽ പറഞ്ഞിട്ട് വെച്ചിട്ട് പോകാൻ നോക്ക്. എന്റെ ഡാനി പ്ലീസ് മതിയാക്ക്. ഇതിന്റെ പേരിൽ ഇന്നലെ തൊട്ടൊരു ദിവസം മുഴുവൻ നീ എന്റെ കോള് എടുത്തിട്ട് എന്നോട് സംസാരിച്ചിട്ടുമില്ല. ഇത്രയും ചെറിയ കാര്യത്തിന് വേണ്ടി. ചെറിയ കാര്യം. ഇന്നലെ ഞാൻ നിന്ന സിറ്റുവേഷൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ട്രീസ. ഞാനോ അപ്പൊ എന്റെ മുന്നിലെങ്ങാനോ ഉണ്ടായിരുന്നേ. എന്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു, സമ്മതിച്ചു. മാത്രമല്ല വേറെയും പ്രഷർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഷോപ്പിങ്ങിന് പോയത്. എൻ്റെ അവസ്ഥ നീയും കൂടി മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്നെ തെറ്റ് ഡാനി. നിന്റെ മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു. നിനക്ക് പ്രഷർ ഉണ്ടായിരുന്നു. നീ ഷോപ്പിങ്ങിന് പോയി. നിന്നെ മനസ്സിലാക്കണം. എല്ലാം നീ 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 ഇതിലെവിടാടി ഞാൻ? ഇതിലെവിടാന്ന് ഒരൊറ്റ സെക്കൻഡ് ഞാൻ ആ കൊച്ചു മരിച്ചു കിടക്കുന്നതാ കണ്ടത്. എനിക്കറിയില്ലായിരുന്നു അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഞാൻ എന്നാ ചെയ്യണമായിരുന്നോ? എന്നതിലും പറ്റിയായിരുന്നു കുഴിച്ചിടണമായിരുന്നോ നിനക്ക് വേണ്ടി? എനിക്ക് മനസ്സിലായി. കേക്ക് നീ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുത്ത്. അല്ലെ എൻ്റെ ഒപ്പം വല്ല റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കണം നീ. ശരി ശരി, ഞാൻ പറയട്ടെ. ഞാനൊന്നും ചെയ്യുന്നില്ല അത് മാത്രം നീ പറയില്ലേ. ഞാൻ തിരിച്ചെത്തുന്നവരെ അവർ നന്നായിട്ട് നോക്കും. ഷീസ് ഓക്കെ. ഞാൻ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ നീ തന്നെയല്ലയോ ആ നേഴ്സിനെ പറഞ്ഞു വിട്ടേ? അതെന്നതിനായിരുന്നു? എനിക്ക് തോന്നി പറഞ്ഞു വിട്ടു. ഓ, എന്നിട്ട് നേഴ്സിനോട് പറഞ്ഞത് അങ്ങനല്ലല്ലോ. ആ കൊച്ചിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തിരിച്ചയച്ചെന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിന് എന്നാ പറയാൻ മേലാത്തത്? അപ്പൊ അവരെന്നെ കള്ളം പറഞ്ഞു തന്നോ? പോട്ടെ, നിന്റെ ടെൻഷൻ എനിക്കറിയാം. ഇത് പുറത്തിറങ്ങിയാലുള്ള പ്രശ്നം. ഇനി നീ അവിടുത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് വറിയിടാവണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളാം. ആ കൊച്ചിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രോബ്ലംസ് ഒന്നും വരികയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയേ. ഒരു പാവം. അന്വേഷിക്കണ്ടേ ഡാനി? ആ കൊച്ചൊന്നും പറയാത്ത സ്ഥിതിക്ക് നമ്മൾ തന്നെ അന്വേഷിക്കണം. മിസ്സിംഗ് കേസ് എങ്ങനെ വന്നാൽ അതുമല്ല അതോടെ തീർന്നു. നീ എന്നാ ചെയ്യുക അവിടെ? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോടാ? ആ കൊച്ചിന്റെ കാര്യത്തിലായാലും നമ്മുടെ കാര്യത്തിലായാലും എനിക്ക് ടെൻഷൻ ഉണ്ടാകാതിരിക്കുവോ? നീ എന്നത്തിന് ടെൻഷൻ അടിക്കണം? ആ എണ്ണി മേടിച്ച കാശ് അങ്ങനെ തന്നെ തിരിച്ചു കൊടുത്തേച്ച് നേരെ ആ കൊച്ചിൻ്റെ അടുത്തൊരു ചെല്ല്. നീ വാങ്ങിയതിൻ്റെ ഇരട്ടി ഞാൻ തരാം. എത്രയാ വേണ്ടത് നിനക്ക്?
10 പകരം 50 തരാമെന്ന് പറഞ്ഞാലും കോടികൾ തരാമെന്ന് പറഞ്ഞാലും മതിയാവുകയല്ല ഡാനി. കാരണം ഇതെൻ്റെ പ്രൊഫഷനാ. നമ്മൾ തന്നെ നിൽക്കണോ, നീ എന്നത്തിന് വാശി പിടിക്കുന്നേ? ഇപ്പം പറയത്തക്ക ഇഷ്യൂ ഒന്നുമില്ല ആ കൊച്ചിന്. ഇനി അഥവാ എന്നതിലും ഉണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് നടത്തി വേണ്ടത് ചെയ്യാം. പ്രോമിസ്. ഇന്നലെ ആ കൊച്ചിന് ഉണ്ടായതുപോലെ ഇനി ഉണ്ടാവുകയല്ല. എന്നതിലും ഒന്ന് പറയേ, അല്ലാത്തപ്പോൾ ഡാനിയുടെ നാക്കിന് എന്നാ നീളവാ. ചില നേരം കോരിട്ട് കുത്തണമുണ്ടോന്നറിയാൻ. ഡോക്ടർ പറയുന്നതിനപ്പുറം ഞാൻ എന്നാ പറയാനാ? പരിഹസിച്ചു തല്ലിയോ? നിനക്ക് എന്നതാ ഡാനി? ഇത്രയും പറഞ്ഞിട്ട് നിന്റെ തല കീറിയില്ലേ? അടുത്തു ഡാനി, ഞാൻ ഇതിന് മാത്രം എന്നെ ചെയ്തിട്ടാ? ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കൊച്ചിൻ്റെ അടുത്ത് പോകാം. എന്നെ വേണേലും ചെയ്തു കൊടുക്കാം. അറ്റ്ലീസ്റ്റ് ഇഷ്ടപ്പെടുമെങ്കിലും ചെയ്യും. ഇങ്ങനെ സൈലന്റ് ആകാതെ എനിക്ക് വല്ലതാകുമോ? ഞാൻ വെക്കുക. വെക്കുന്നില്ലേ? പറഞ്ഞത് നീ വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണ്. പോട്ടെ, അത് വിട്ടേരാ. ഓരോന്നാലോചിച്ച് മൂട് കളയൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യും. ക്ലാസ്സൊക്കെ വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്യും. എന്നടി ഒന്നുമില്ല. വിഷമം മാറിയില്ലയോ? എനിക്കെന്നാ, ഓക്കെ. ആ എന്നാ ചെല്ല. കഴിച്ചു? ഊണ് കഴിച്ചു. എവിടുന്ന്? പുറത്തു പോയോ? ഞാനും ചെയ്യും. അവിടെ ഊണ് കിട്ടുന്നൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് കഴിച്ചു. ആഹാ, എപ്പോഴാ എന്നോട് ഇനി നേരെ സംസാരിക്കുന്നേ? എന്നലും വളർന്നിരിക്കുന്നുള്ളൂ തോന്നുന്നുണ്ടോ? ഞാൻ എന്നതേലും കാര്യം പറയാൻ നേരത്ത് നിന്റെ ഈ സ്റ്റുപ്പിഡിറ്റിട്ടൊക്കെ കൊണ്ട് വരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാര്യമല്ലയോ കൊച്ചെ പറഞ്ഞേ? എന്നലും വളഞ്ഞിരിക്കുന്നുണ്ട്, നമുക്ക് നേരെ ആക്കാമല്ലോ. ആദ്യം നിർത്ത്, എനിക്ക് വഴക്കുണ്ടാക്കാൻ വയ്യ. എന്നതാടി കോപ്പേ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് വഴക്കുണ്ടാക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ നിന്റെ ഡിക്ഷണറിയിൽ? വഴക്കുണ്ടാക്കുന്ന കാര്യമാണോ? എനിക്കതിന് താല്പര്യമില്ലെന്നല്ലോ ഞാൻ പറഞ്ഞേ. ആ, അത് തന്നെയല്ലോ ഞാനും പറഞ്ഞു. നിന്റെ പറച്ചിൽ കേട്ട് എനിക്കിങ്ങ് വഴക്കുണ്ടാക്കാൻ അങ്ങ് മുട്ടി നിൽക്കുമെന്ന് തോന്നുമല്ലോ. അത് തോന്നലല്ലോ, സത്യമല്ലയോ? എന്നിട്ട് ഫോൺ വെച്ചേച്ച് പോകണം, മനസമാധാനത്തോടെ ഇരിക്കണം. എൻ്റെ ശബ്ദം കേൾക്കില്ലേ? ആന്ന്, അത് തന്നെയാ സത്യം, അതെനിക്കറിയാം. അതാ സത്യം. അതുകൊണ്ടാണല്ലോ നാണമില്ലാതെ പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിരിക്കുന്നേ. നിന്നോടൊന്ന് നേരെ ചൊവ്വേ സംസാരിക്കണമെന്നുണ്ട്. എടി, നിനക്ക് നേരെ ചൊവ്വയല്ല, നേരെ ശുക്രനിൽ പോയി സംസാരിക്കാം. നീ പിന്നെ പിന്നെ എൻ്റെ അടുത്ത് ഒരുമാതിരി കാണിക്കല്ലേ. Stupid. ആരാ നിന്റെ അപ്പനോ? വർക്കി? അല്ല, അങ്ങനെ ഒരാളുണ്ട് 24 മണിക്കൂർ ഡാനിക്കട്ട് എങ്ങനെ പണിയണോന്ന് ഓർത്ത് നടക്കുന്ന ഒരുത്തനില്ലയോ? നാണമില്ലേടി ഇപ്പോഴും നിന്റെ പേരും പറഞ്ഞ് ഇവിടെ ചൊറിയാൻ പറ്റാം. പീറ്ററിന്റെ നിറമാറ്റം കണ്ടപ്പോഴേ അപ്പനെ മക്കളെ ചെന്ന് ഇരുത്തിക്കൊള്ളയാൻ തോന്നിയതാ. പിന്നൊരു രസമില്ലയോ? ഇടയ്ക്കിടയ്ക്ക് കൈതരിക്കുമ്പോൾ ഒന്ന് പോയി പൊട്ടിക്കാൻ അവനുള്ളത് നല്ലതാ. എന്നത്തിന് അവന്റെ പേരെടുത്തി പോയിട്ടെ? എനിക്കത് ഇഷ്ടമല്ലെന്നറിയാം. ഇടി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പറഞ്ഞതല്ലേ ഡാനി? വന്ന ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയതാന്ന്. ഫ്ലോയ്ക്ക് പറയാൻ നിനക്ക് വേറൊന്നും കിട്ടിയില്ലേ? അതായത് നിനക്കിപ്പോഴും ഞാൻ പറയുന്ന ഒന്നും കേൾക്കണ്ട. മറ്റൊടത്ത് നാറിയ മുഖാണ് ഞാൻ അനുഭവിക്കുന്നത് നിനക്കറിയണ്ട. പോലെ നിന്നോട് ഒലിപ്പിച്ചിട്ട് കിട്ടാത്തതിന്റെ കേട് മൊത്തം എന്റെ നെഞ്ചത്തോട് തീർക്കുന്നത് നിനക്ക് ബാധിക്കുന്നേ ഇല്ലല്ലോ. അവനെ പോലൊരു ബാസ്റ്റർ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതിന് ഞാൻ എന്നാ വേണ്ടേ? ഞാൻ എന്നാ ചെയ്യണമെന്ന് നീ പറയുന്നേ? നിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ അവന്റെ കൂടെ പോണോ? അതാണോ നീ ഉദ്ദേശിക്കുന്നേ? എന്നാ ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറയടി. നീ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറയാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു. അതിനാണോടി നീ മൊയിലിനകത്ത് വർത്താനം പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞിട്ടാണ് നോവ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. നീ എന്നാ പറഞ്ഞേ? അങ്ങനെയാണെ അതങ്ങ് പരിഹരിച്ച് തരാമെന്നാ ഞാൻ പറഞ്ഞേ. ഇപ്പോഴത്തെ ഞാനിന്ന് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മൾ തമ്മിൽ ഇപ്പം വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ.
ഇവിടെ കൊണ്ട് നിർത്ത. കണ്ടു, നിനക്കൊന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ പറ്റത്തില്ല, ഇഷ്ടമല്ല. ഉറപ്പായോടാ, അത്രയ്ക്കും ഉറപ്പായോ? അതോ വെറുപ്പോ? ഈ സ്നേഹത്തോടൊന്ന് സംസാരിക്കുമ്പോൾ ഇതൊക്കെയൊന്ന് ചോദിക്കാൻ മനസ്സങ്ങ് വെങ്ങും. എന്നോടൊന്നും എനിക്ക് താങ്ങാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് അതൊന്നും ചോദിക്കാത്ത. ഇപ്പൊ നോബിയുടെ കാര്യം പറയാൻ അറിയാം, നമ്മുടെ കാര്യം പറയുമ്പോൾ നിനക്കൊന്ന് കേൾക്കാൻ വയ്യ. ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടടാ, ഒരുപാട് ഒരുപാട്. ഒന്ന് ഒരുമിച്ച് ഉറങ്ങിയിട്ട് എത്ര നാളായിട്ടാണ് എന്നത് മുറുകെ കെട്ടിപ്പിടിച്ചിട്ട് എത്ര നാളായി. ഇത് വേണ്ടതായോടാ നിനക്ക്? മതി, നിർത്ത്. പ്പിച്ചപ്പോൾ ഞാൻ മിണ്ടാതെ പോയിട്ടുണ്ട്. എപ്പോഴും പറ്റൂടാ നീ അത്? നമുക്ക് പ്രായമായി വരുമല്ലേ? കഴിഞ്ഞ ദിവസം എന്നെ ഉദ്ദേശത്തില്ല നീ പറഞ്ഞേ. നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാം അവസാനിപ്പിച്ചിട്ട് എന്നെ ഉപേക്ഷിക്കാൻ നിനക്ക് വല്ല പ്ലാനും ഉണ്ടോന്ന് എനിക്കിപ്പോ. നോവയുടെ കാര്യമൊക്കെ എടുത്തിട്ടിരിക്കുന്നത് അങ്ങനെ നീ അറിയാതെ പോലും ചിന്തിക്കല്ലേടാ. നീ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നഷ്ടപ്പെടാതിരുന്നാ മതിയടാ. ഈ വിഷയം നിർത്തിക്കോ. വേറെ എന്തെങ്കിലും പറയാനുണ്ടെ പറ. വല്ല ഫോൺ വെക്ക്. മനസാക്ഷി ഉണ്ടോടാ നിനക്ക്? നിനക്ക് മനസാക്ഷി ഉണ്ടോ? ട്രീസയ്ക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് എൻ്റെ ഗതികേടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. അതും എനിക്ക് ഇഷ്ടമാ. നീ ഉണ്ടല്ലോ. പക്ഷെ പേടിയുക, നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ കടമീട്ട നീ കിടന്നു ഇതിനു വേദന എന്നെ കൊല്ലുന്നതല്ലേ? പറ്റുമോ ഇവനോടല്ലാതെ? ടാനി, ഒന്ന് മൂളെങ്കിലും ചെയ്യും. എനിക്കെന്റെ പഴയ ഡാനിയെ വേണം. നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ? എന്നത് ചെയ്യാം. ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടിയോ? അതെനിക്ക് വേണ്ടി മാത്രമായിരുന്നു. സമയ സന്ദർഭം ഒന്നുമില്ലാതെ നീ നിനക്കൊന്നും തടസ്സമില്ലല്ലോ. കാരണം നീ ആരാ? നീ ഡാനി സാർ എബ്രഹാം. എനിക്കെന്റെ ശരീരത്തോട് പുച്ഛം തോന്നുക, ഒരു തരം അറപ്പ്, വെറുപ്പ്. നിനക്ക് ആവശ്യമുള്ളൊരു വസ്തുവിനെ പോലും ഉപയോഗിച്ചിട്ട് ഇപ്പൊ ആവശ്യമായിട്ടുള്ളതിനെ പോലെ മാറ്റി നിർത്തുമ്പോൾ സ്വയം വെറുത്തു പോകുക. എന്താഗ്രഹിക്കുന്നുണ്ടതല്ലേ നീ ചോദിച്ചേ? ഉണ്ട്. ഫാം ഹൗസിലോ? അതോ എസ്റ്റേറ്റിലോ? നിന്റെ ഫ്ലാറ്റിലോ? എവിടെ ആന്നേലും അന്നത്തെ ആവേശം എനിക്ക് ഇപ്പോഴും കാണണം. പറ്റുകയല്ല ഡാനി. ഇപ്പൊ അത് തണുത്ത് മറിച്ചിട്ട് മൂർച്ചലിട്ട് കിടക്കുന്ന പോലെ. എത്ര നാളത്തെ ഗ്യാപ്പ് ഉണ്ടെന്നറിയാവോടാ ഡാനി നിനക്ക്? എന്റെ കർത്താവേ, ഇപ്പോഴത്തെ നമ്മുടെ ബന്ധത്തിന്റെ പേര് എന്നതാടാ? സ്നേഹത്തിന് വേണ്ടി എന്നെ എവിടെയും ചെയ്തുവിടാനെന്ന് പറയാൻ തോന്നിയപ്പോൾ നിനക്കത്
വേണ്ടല്ലോ. ഇനി വേണമെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തേച്ച് ശവങ്ങളെ പോലെ കട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ ഡാനിയുടെ കണ്ണിലെ പഴയ സ്നേഹത്തിൻ്റെ തിളക്കം കാണാൻ പറ്റുമോ? എന്നതേലും ഒന്ന് പറ എൻ്റെ ഡാനി.